ഹായ് ഹലോ. അപ്പൊ ഞാൻ ഇവിടെ എന്റെ മെഷർമെന്റിൽ ടോപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മെഷർമെന്റിൽ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇത് മാറ്റി വെക്കുകയാണ്. മാറ്റി വെച്ചിട്ട് ഞാൻ ക്യാൻവാസ് പേപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ. ക്യാൻവാസ് പേപ്പറിൽ വേണം നമുക്ക് നമ്മുടെ നെക്കിന്റെ പാറ്റേൺ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫോൾഡ് ചെയ്ത് കൊടുക്കുക നല്ല വൃത്തിക്ക്. അതിനുശേഷം ഞാൻ 4 ഇഞ്ചാണ് നെക്കിന്റെ വീതി അടയാളപ്പെടുത്തുന്നത്. ഇനി ലെങ്ത് ആയിട്ട് ഞാൻ 12 ഇഞ്ചാണ് കൊടുത്തത്. വിത്ത് ആയിട്ട് 4 ഇഞ്ച് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് മേൽവശത്തിൽ നിന്ന് ഒരു 6 ഇഞ്ച് നമുക്ക് കൊടുക്കാം. അതാണ് നമ്മുടെ നെക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നിന്ന് ഉള്ളിലേക്ക്, ഉൾവശത്തേക്ക്, പുറത്തേക്കല്ല, ഉൾവശത്തേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് നമുക്ക് ആ ഒരു ഷേപ്പിന്റെ അവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുക. ഈ താഴ്വശത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ ആ ഒരു ഷേപ്പ്, റൗണ്ട് ഷേപ്പ് ഇങ്ങനെ വരച്ചിട്ട് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതിലേക്ക് മുട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാൻ പുറം ഭാഗത്തേക്ക് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 ഇഞ്ചില് വരച്ച്, 1 ഇഞ്ചില് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അത് നമുക്ക് പേൾപ്പിന്നൊക്കെ വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ടൊക്കെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. ഇനി ഉൾവശത്തെ ആ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്തിട്ട് മാറ്റാം കേട്ടോ നമുക്ക്. മേൽഭാഗത്ത് ഒരു ബ്രിഡ്ജ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഞാൻ പെട്ടെന്ന് എന്തോ ഒരു ആലോചനയിൽ അത് കട്ട് ചെയ്ത് പോയിട്ടോ. ലൈനിങ് നിവർത്തിയിടുക. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈനിങ് എന്താ പറയാ നിവർത്തിയിട്ടിട്ട് അതിന്റെ മേലെ നമുക്ക് ഈ ഒരു ഈ പാറ്റേൺ ഇല്ലേ, ഈ ഒരു നെക്കിന്റെ പാറ്റേൺ അതിൽ വെക്കുക. നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പൊ കറക്റ്റ് തന്നെ വെച്ചിട്ട് ഞാൻ ഇതാണ് പറഞ്ഞത്, ബ്രിഡ്ജ് വെക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഈസിലി വേഗം തന്നെ അയൺ ചെയ്ത് എടുക്കാമായിരുന്നു കേട്ടോ. പക്ഷെ ഇതിപ്പോ നമുക്ക് മാർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ സെന്ററിൽ നിന്ന്, അതായത് ഈ ലൈനിങ് തുണിയുടെ സെന്റർ ഭാഗത്ത് നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 4 ഇഞ്ച് വീതം മാർക്ക് ചെയ്തതിന് ശേഷം വേണം കേട്ടോ അത് ഒട്ടിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ അളവുകളിലെല്ലാം വ്യത്യാസം വരും നെക്കിന്റെ. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ നല്ല ക്ലോത്ത് എടുക്കുക. നല്ല വശം തന്നെ നിവർത്തി വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒട്ടിച്ചെടുത്ത ക്യാൻവാസും ഇതൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ വെക്കുക മേലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്യാൻവാസിന്റെ അറ്റത്തൂടെ അടിച്ചിട്ട് മറച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്യാൻവാസ് ഒട്ടിച്ചതും ഒക്കെ ഉള്ളിലേക്ക് പോകും കേട്ടോ. അങ്ങനെയാണ് വരിക. നല്ല വശം എടുത്ത് വെക്കുക. ക്ലോത്തിന്റെ നല്ല വശം തന്നെ വെക്കുക കേട്ടോ. മെയിൻ ക്ലോത്തിന്റെ നല്ല വശം വെക്കുക. എന്നിട്ട് നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ച ആ ക്ലോത്ത് ഉണ്ടല്ലോ, അതിങ്ങനെ മുകളിൽ വെച്ച് കൊടുക്കുക. ക്യാൻവാസ് മുകളിൽ വരണം. അങ്ങനെ ഒട്ടിച്ച ഭാഗം മുകളിൽ വരുന്നത് പോലെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് വെച്ച് കൊടുക്കുക. സെന്റർ ഒക്കെ മാർക്ക് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് കളയാണ് ചെയ്യാം കേട്ടാ. അപ്പൊ ഇത് നമുക്ക് അടിക്കാം. ആ ഷേപ്പ് കൊടുത്ത ഭാഗം വരുമ്പോൾ നമുക്കൊന്ന് സൂചി കുത്തി നിർത്തിയിട്ട് കൂട്ടർ പൊക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വേണം അടിക്കാനായിട്ട്. അങ്ങനെ റൗണ്ട് ചെയ്തിട്ടൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ വരാം. ഇനി നമുക്ക് അതിന്റെ ഉള്ളിലെ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റണം. ക്യാൻവാസിന്റെ അവിടുന്ന് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് മാറ്റിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. പിന്നീട് നമുക്ക് ഇങ്ങനെ കട്ടിട്ട് കൊടുക്കാം. കട്ടിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ കൊള്ളരുത് കേട്ടോ. കൊള്ളാതെ നമ്മള് ശ്രദ്ധിച്ച് ചെയ്യുക. ധൃതി ഒന്നുമില്ല, പതുക്കെ ചെയ്യാം. ഓക്കെ. അപ്പൊ അത്രയും നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം ഇതെന്ത് ചെയ്യണം, ഇത് മറച്ചിട്ട് കൊടുക്കണം ബാക്കിലേക്ക്. അപ്പൊ മറച്ചിട്ട് കഴിയുമ്പോ ഇങ്ങനെയാണ് കേട്ടോ വരിക. അപ്പൊ ഞാൻ നന്നായി അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ഒന്നും മേലെ കൊടുത്തിട്ടില്ല കേട്ടോ. അയൺ ചെയ്ത് നല്ല വൃത്തിക്ക് വെച്ചിരിക്കുകയാണ്. ഇനി യോക്കിലേക്ക് നമുക്ക് ഡിസൈൻ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു തുണിയാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ തുണിയിലാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒരു സാരിയുടെ മുന്താണിയായിരുന്നു അതെ. അപ്പൊ ഈ ഷീറ്റ് നിങ്ങൾക്ക് അറിയാലോ, ഈ ഷീറ്റ് ക്യാൻവാസ് തന്നെയാണ്. അത് നമ്മൾ എന്താണ് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പാറ്റേൺ ഇല്ലേ, ഉൾവശത്ത് നമ്മൾ കട്ട് ചെയ്തില്ലേ, ആ ഒരു പീസ് തന്നെയാണ് കേട്ടോ. അതിന് ഞാന് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുകയാണ്. ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് മാർക്കിങ് നമ്മൾ ഒരു 6 ഇഞ്ചാണ് നമ്മുടെ നെക്ക് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 6 ഇഞ്ച് തന്നെ എടുക്കുക. എന്നിട്ട് ആ ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു കർവ് ഷേപ്പ് ആ ഒരു ലൈനിലേക്ക് കൊടുക്കാം. ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൊടുത്തെടുക്കാം. അതിനുശേഷം ആ ഒരു ഭാഗം ഇനി കട്ട് ചെയ്ത് കളയാം. അപ്പൊ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ പാറ്റേൺ ഇങ്ങനെയാണ് കേട്ടോ വരിക. നല്ല രസമല്ലേ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലോത്തിലേക്ക് ഒട്ടിച്ചെടുക്കാം.
അപ്പൊ ഞാൻ ക്യാൻവാസിനേക്കാളും ഒരു 1.5 ഇഞ്ചൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. അതിൽ വെച്ചിട്ട് വേണം നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ സീം അലവൻസ് ആണ്, അതെന്തായാലും വെക്കണേ. അയൺ ചെയ്യുന്നത് നമ്മൾ ചീത്ത വശത്ത് വെച്ചിട്ടാണ് കേട്ടോ, നല്ല വശമല്ല, ചീത്ത വശത്തേക്ക് വെച്ചിട്ടാണ് അയൺ ചെയ്യുന്നത് ക്ലോത്തിന്റെ. അതിനുശേഷം ഞാൻ ആ മാർക്ക് ചെയ്തതിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇത് നമുക്ക് വേറൊരു കഷ്ണം ക്ലോത്ത് എടുക്കണം. അതിന്റെ മുകളിലേക്ക് ഈ ഒരു ഒട്ടിച്ച ക്യാൻവാസിന്റെ ക്ലോത്ത് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, എന്നിട്ട് മറിച്ചിട്ട് കഴിയുമ്പോൾ എന്ത് വേണം, നല്ല വശം നമുക്ക് നല്ല ഭാഗത്തേക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ഒരു കർവ് വന്ന ഭാഗത്തേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി നിൽക്കുന്ന ആ ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. 1/4 ഇഞ്ച് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. അതായത് സാധാരണ നമ്മൾ നെക്ക് അടിക്കുന്ന പോലെ തന്നെ കട്ടിട്ട് കൊടുക്കുക, സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ടിട്ട് കൊടുക്കുക, എന്നിട്ട് മറച്ചെടുക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ആ ഒരു നെക്കിലേക്ക് യോക്കിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ കറക്റ്റ് 3 ഇഞ്ചാണല്ലോ അവിടുത്തെ വീതി വരും. ആ 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. നമ്മൾ 1 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്തിട്ടാണല്ലോ കട്ട് ചെയ്യുന്നത്, മറന്നു പോകരുതിട്ടാ. എന്നിട്ട് 3 ഇഞ്ചിൽ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് അവിടെ പെർപ്പിന് വെച്ചു. അപ്പുറത്തെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ സെക്യൂർ ചെയ്ത് വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അടിച്ചു വരിക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഈ അളവൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ നെക്ക് അകന്നു പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണത്. എന്നിട്ട് നമുക്ക് ഈ ഭാഗത്തുനിന്ന് അടിച്ചു തുടങ്ങാം കേട്ടോ. ഞാൻ മേലെ നിന്നല്ല അടിക്കുന്നത്, ഈ ഒരു ഭാഗത്തുനിന്ന് മാത്രമാണ് അടിക്കുന്നുള്ളൂ. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ അടിച്ച് അത് നമുക്ക് ആ ഒരു അറ്റത്തൂടെ തന്നെ കൊണ്ടുവരാം കേട്ടോ. പല അളവായി പോയി കഴിഞ്ഞാൽ അവിടെ വൃത്തി ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് അടിക്കുക കേട്ടോ. നല്ല ഫിനിഷിങ് ചെയ്തിട്ട് അടിക്കുക. ഇങ്ങനെ അടിച്ച് അവിടെ അപ്പുറത്തെ എൻഡ് വരെ കൊണ്ടുവന്ന് നിർത്താം. കെട്ടിട്ട് തന്നെ നിർത്തിക്കോളൂ കേട്ടോ. അപ്പൊ നെക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വർക്ക് വല്ലതും ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരു ഭാഗത്തൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഈ ഒരു പീസിനെ ഞാൻ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മടക്കി അടിച്ചാലും മതി കേട്ടോ, ലോക്ക് മെഷീൻ ഇല്ലാത്തവര്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ ചെയ്തെടുത്തു കേട്ടോ. അപ്പൊ 3 പെറ്റലിന്റെ ഒരു ഫ്ലവർ ഒക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അത് ചെയ്തെടുത്തു. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ. അപ്പൊ കുറച്ച് പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ ഉപകാരപ്പെട്ടവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസുകൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. പിന്നെ നമ്മുടെ ഫൈനൽ ലുക്കും കണ്ടിട്ട് പോകണം കേട്ടോ.